ഒരു ഹാപ്പി ബർത്ത്ഡേ ആണ്. എല്ലാവരും ഭാവി വിഷ് ചെയ്യണം. അങ്ങനെയല്ല, കുറച്ചുകൂടെ നല്ല പഴയ ആ ഒരു തോന്നുന്നു പണ്ടത്തെ. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഇത് എവിടെയെന്ന് വെച്ചാൽ ഞങ്ങൾ പുറത്താണ് കേട്ടോ. ഒരു കേക്ക് സ്മാഷ് ഉണ്ട് എൻ്റെ കസിൻ്റെ മോളുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇത് എവിടെയെന്ന് വെച്ചാൽ അരിമലത്തുറയാണ് കേട്ടോ. അരിമലത്തുറ ബീച്ചിലായിരുന്നു ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നേ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഏതാന്നൊക്കെ. അങ്ങനെ ഏകദേശം ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞു. കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഈ സന്ധ്യ സമയത്താണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത്. സന്ധ്യ സമയത്ത് വ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ആ സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിച്ച് ഇങ്ങനെ വരുന്ന ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് വേറെ ലെവലാണ് കേട്ടോ. നമ്മൾ ആഴിമല ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്നാലേ ആഴിമല കാണാം. ആ കാണുന്നതാണ് കേട്ടോ ആഴിമല. കണ്ടോ ആഴിമല? അവിടെ സ്റ്റേച്ചു കാണാം. ആഴിമല ആ കാണുന്നതാണ് കേട്ടോ. കാണാം ആഴിമല. നമ്മുടെ സ്മാഷ്ഡ് കേക്കൊക്കെ ആയിട്ട് ഞാൻ പോവാനുണ്ട്. കേക്കൊക്കെ സ്മാഷ് ചെയ്തൊരു വഴിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കുറച്ച് ഫോട്ടോസ് റീൽസ് എന്തായാലും വന്നതല്ലേ, കുറച്ച് റീൽസൊക്കെ ഇങ്ങനെ എടുക്കാണ്ട് എങ്ങനെയാണ് പോകുന്നത്. ഇത്തിരി സ്ഥലമൊക്കെ വിട്ടിട്ട് ഞാൻ എന്താണ് കുറച്ച് നാളെ പുറത്തോട്ടൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ അതൊക്കെ കുറച്ച് എടുത്താൽ പറ്റിയുള്ളൂ. കാരണം സന്ധ്യ ആയതുകൊണ്ട് നമ്മളെ ക്യാമറയിൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭാവി വിഷ് ചെയ്യണം. അപ്പൂന് കുഞ്ഞാവയുടെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് പടാ. കുഞ്ഞുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ ആണ്. സുന്ദരി എല്ലാവരും ബർത്ത്ഡേ വിഷ് ചെയ്യണോ. കമ്പനിയാണ് കേട്ടോ. കമ്പനി എല്ലാവരും ബർത്ത്ഡേ വിഷ് ചെയ്യണമെന്ന് പറഞ്ഞ് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണേ വാവേ. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ട് കേട്ടോ. ഏകദേശം സന്ധ്യയായി. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ സിറ്റിയിലേക്ക് പോകണം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഇപ്പോൾ അടിമലത്തോറം മുന്നത്തെക്കാലം കുറേ പുരോഗമിച്ചു കേട്ടോ. ഇപ്പോൾ മറ്റേ നമ്മുടെ ഫുഡ് ട്രക്ക് അങ്ങനത്തെ കുറേ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കുറേ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഇത് നമ്മുടെ കുരിശടിയാണ്. യേശുവിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് ഇരുന്നായിരുന്നു. മൊമോസ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 5 പീസ് മൊമോസ് വരുമ്പോഴത്തേക്ക് 60 രൂപയായിരുന്നു കേട്ടോ. മൊമോസ്, ഫ്രഞ്ച് ഫ്രൈസ് അതൊക്കെ കുറച്ചൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ കഴിച്ചായിരുന്നു കേട്ടോ. അത്യാവശ്യം ചെറിയ രീതിയിൽ വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് അവിടെ ഇരുന്ന് തന്നെ കഴിച്ചു. കുറച്ച് നേരം അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോയി കേട്ടോ. ഒരു 6:30-7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇത് ആൾ കേക്ക് ഉണ്ടാക്കും. ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ, എൻ്റെ കസിൻ കേക്ക് ഉണ്ടാക്കും. ഹോം ബേക്കറാണ്. അപ്പോൾ ആളുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്കുള്ളത് ആൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ തീം അനുസരിച്ചിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങണം. അല്ലാതെ ഓർഡർ കേക്കിൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങണമായിരുന്നു. ഇത് മണക്കാടാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. ഈ ഷോപ്പിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഐറ്റംസ് തന്നെ അവർ ചെറിയ ബോട്ടിലാക്കി വലിയതായിട്ട് വാങ്ങണ്ട. ചെറിയ ഐറ്റംസ് നമ്മളിത് കാരമലാണ്. കാരമലിൻ്റെ സോസ് എല്ലാം ഉണ്ട്. ചെറിയ ബോട്ടിലാക്കി വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് ആവശ്യത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ചില ഷോപ്പുകളിലൊക്കെ വലിയ ഇതല്ലേ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടോ ഈ ഷോപ്പിൽ പറയുമ്പോഴത്തേക്ക്. പിന്നെ ക്രിസ്മസ് വൈബായിട്ട് ഇപ്പോൾ കുറേ ഐറ്റംസ് അങ്ങനെയുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കുറേ ആയി കേക്കിൻ്റെ ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ട്. അങ്ങനെ ഞാൻ ഇത് നമ്മുടെ കൊക്കോ പൗഡർ നല്ല മണമായിരുന്നു കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ എഡിബിളായിട്ടുള്ള ഫോട്ടോ പ്രിൻ്റാണ് കേട്ടോ. കാരണം ആൾക്ക് ഓർഡർ ഉള്ളതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ആ പേര് വന്നിട്ടുള്ളതാണ്. ഇത് കേക്ക് ടോപ്പറാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ, കേക്ക് ടോപ്പറാണ്. പിന്നെ അതിനുശേഷം അവർ ഇതിന് ഇടാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് വാങ്ങിയിട്ടില്ലായിരുന്നു, ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടി. അപ്പോൾ അതിനടുത്തായിട്ടുണ്ട് കുഞ്ഞു ഷോപ്പുകളിൽ വരുമ്പോൾ ഒരുപാട് സെലക്ഷൻ ഡ്രസ്സുകൾ നമുക്ക് കിട്ടും കേട്ടോ. വെറൈറ്റി നമ്മളങ്ങനെ കാണാത്ത ഒരുപാട് വലിയ ഷോപ്പുകളിലെക്കാട്ടിലും. അങ്ങനെ ഈ ഒരു തീം കളറാണ് കേട്ടോ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് എനിക്ക് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ കുറച്ച് ഇത്തിരി താഴോട്ട് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ടൈറ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഫുൾ ഗൗണാണ്. പിന്നെ അത് അവിടെ വാങ്ങിയില്ല. പിന്നെ അടുത്ത ഷോപ്പിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഷറാറ സെറ്റാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് വരുമ്പോൾ പിന്നെ ഇഷ്ടമാണല്ലോ. അങ്ങനെ ഈ ഷോപ്പിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഷറാറയുടെ സെറ്റാണ് വരുന്നത്. ആ ഒരു കളറാണ് നോക്കിയപ്പോഴത്തേക്കും നല്ല സ്ലീവ്ലെസ് ഉണ്ട്, സ്ലീവ് ഇല്ലാത്തതുണ്ട്. അവിടെ നിൽക്കുന്ന ഷോപ്പിൽ നിൽക്കുന്ന ആ പയ്യനാണെങ്കിലും നല്ല ഇതാണ് കേട്ടോ. നമുക്കെല്ലാം വെച്ച് ഇങ്ങനെ കാണിച്ചു തരും. നല്ല രീതിയിൽ നമ്മളുമായിട്ട് നല്ലതായിട്ട് എല്ലായിടത്തും ഇങ്ങനെ കാണിച്ചു തരാനൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ കുറച്ച് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ നോക്കി ട്രൈ ചെയ്യാൻ നോക്കി. അപ്പോൾ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഷറാറ സെറ്റ് വരുന്നത് ഫുൾ സെറ്റ് വരുമ്പോൾ കുറച്ച് 1000 ഒരു 2000 ഇടയ്ക്കായിട്ടുണ്ട് റേറ്റ് വരുമ്പോഴത്തേക്ക്. നല്ലതാണ്, നല്ല ഭംഗിയുണ്ട്. ക്വാളിറ്റി ആണെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ.
പിന്നെ അതൊക്കെ വാങ്ങി, ഡ്രസ്സൊക്കെ വാങ്ങി. പിന്നെ ആൾക്കാരുടെ ഹസ്ബൻഡിനും മോനും ഒക്കെ വേണ്ടിയിട്ട് ആ ഡ്രസ്സൊക്കെ വാങ്ങി. അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ അവസ്ഥ കുറച്ച് പരിതാപകരമായിട്ട് ഞാൻ റീസെൻ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു. പിന്നെ സൈൻ അപ്പ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ നാളെ കാണാം. ബൈ.